ആകെ ഒരേ ഒരു സ്ഥലത്ത് വോട്ടുള്ളൂ, അത് വിക്ടോറിയ കോളേജിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലല്ല, സി കൃഷ്ണകുമാർ. സി കൃഷ്ണകുമാറിന്റെ ഫോട്ടോ വരട്ടെ, രാഹുലിന്റെ ഫോട്ടോ മാറി സി കെയുടെ ഫോട്ടോ വരട്ടെ. സി കെ 963, സി കെ 963 ഫോട്ടോ സപ്പോർട്ട് ചെയ്തില്ല. അല്ല, ബേസിക്കലി അത് RSS ബാസ്റ്റിയൻ തന്നെയാണ്. ആ കോട്ടയിലൊന്നും കോൺഗ്രസിന് കടന്നു സന്ദീപ് വാര്യർ കാര്യമായ 963 പോരാ അവിടെ. അഞ്ചാം റൗണ്ട് കഴിയുമ്പോൾ ചുരുങ്ങിയത് 3000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യണമായിരുന്നു. അല്ലല്ല, 2500 ലീഡുണ്ട് അവിടെ മാത്രം 2500 ലീഡുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5ഉം 6ഉമാണ് ഏറ്റവും ശക്തി, അല്ലേ? 5ഉം 6ഉമാണ് ശക്തി കേന്ദ്രങ്ങൾ. അടുത്ത റൗണ്ട് 1000. പ്രിയങ്ക ഗാന്ധി 1,25,000. 1.25 നോക്കൂ. BJP വീണ്ടും പാലക്കാട് സർപ്രൈസ് കം ബാക്ക്. 963. എന്താണ് സി കെയുടെ പണം കൊടുക്കണം? നമുക്ക് സി കെയുടെ പണത്തിലേക്ക് വരാം. സി കെ ഇപ്പോൾ ലീഡ് നേടിയിരിക്കുന്നു 963 വോട്ടുകൾക്ക്. ഇപ്പോൾ BJP അല്ല, കോൺഗ്രസിനെ ആശ്വസിക്കാവുന്ന റിസൾട്ട് തന്നെയാണ് 963. പക്ഷെ ആറാമത്തെ റൗണ്ട് 2500. ഇതേ ട്രെൻഡ് ആറാമത്തെ റൗണ്ടിൽ നിർത്തിയാൽ 3400 ആവും BJPയുടെ ലീഡ്. അതാണ് ഏറ്റവും നിർണായകം. ആറാമത്തെ റൗണ്ട് 6-7 നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ 3000-ലധികം പോകും. 4000. ഞാനൊരു കാര്യം പറയട്ടെ, 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 7598 ലീഡ് UR പ്രദീപിന് വന്നിട്ടുണ്ട് എങ്കിൽ 10,000 കടന്നു പോയിരിക്കും. 100%. 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് ചിലർ പ്രവചിച്ച ചേലക്കരയിൽ 7598 വലിയ ഇഞ്ചിലാണ് മീറ്ററായി പോയി. കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ, ഇഞ്ചിൽ നിന്ന് മാറി കിലോമീറ്ററുകളുടെ വ്യത്യാസം. അതെ, എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിൽ എവിടെയുള്ള ഒരു സ്കെയിലാണ്. 963 വോട്ടുകൾക്ക് BJP ലീഡ് ചെയ്യുന്നു പാലക്കാട്.